ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന്റെ പുറകെ പുതിയ രജിസ്ട്രാറുടെ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ ഗവൺമെന്റ് ചെയ്തതെന്താ? ഡോക്ടർ സിസ തോമസിന്റെ പുറകെ നടന്ന് അവരെ ഉപദ്രവിക്കുകയായിരുന്നു. കോടതി എന്ന് പറഞ്ഞില്ല അവസാനം. പുറകെ നടന്ന് ഒരു വൈസ് ചാൻസലറെ, ഒരു സ്ത്രീയെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരുടെ പുറകെ നടന്ന് അവരെ വേട്ടയാടുകയായിരുന്നു ഗവൺമെന്റ്. അവസാനം കോടതിക്ക് ഇടപെട്ടിട്ടാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത്. ഇതെല്ലാം കേരളത്തിലെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഡാമേജ്. അക്കാഡമിക് രംഗത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു പല സർവകലാശാലകളിലും വലിയ നിലയിലേക്ക് പോവുകയാണ്. കേരളത്തിലേക്ക് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് 3-4 വർഷമായി. കേസിൻ്റെ മീതെ മറ്റ് കേസുകളുമായിട്ട്. ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ? ഇതാരെ ബാധിക്കുന്ന വിഷയം? ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. അല്ലാതെ ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത്? ഇത് അവസാനിപ്പിക്കണ്ടേ? മുഖ്യമന്ത്രിയാണെങ്കിൽ വാതുറന്നൊന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ. ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ്. ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ BJP നേതൃത്വവുമായുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ച് നാൾ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി. ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത്. ഇത് കുട്ടികളെ ബാധിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നു പോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഇതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. അധികാരമില്ല. എന്നിട്ട് വൈസ് ചാൻസലർ, ചാർജുള്ള വൈസ് ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ? ശരിയായ രീതിയിലാണ്. ഇത് രണ്ടും തെറ്റാണ്. അത് ശരിയായ രീതിയിലല്ല. മനസ്സിലായി? പിന്നെ മതസംഘടനകൾക്ക് സെനറ്റ് ഹോൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത്? പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാർ റദ്ദ് ചെയ്യാമോ? അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ? ഇവിടെ RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതല്ലേ? അന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രി അറിയിക്കണ്ടേ? രാജ്ഭവൻ ഇതുപോലുള്ള സദസ്സുകൾക്ക് വേദിയാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളെ ബാധിക്കുകയാണ്. എനിക്കൊരു ഗൗരവമായൊരു വിഷയം കൂടി പറയാനുണ്ട്. കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജം, നോൺ കൺവെൻഷണൽ എനർജി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ദേശീയ തലത്തിലുള്ളത്. വലിയ 70-75% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി വലിയ ഹൈഡൽ പവറിനോ ഡീസൽ പ്ലാന്റിനോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജത്തിലെ ഏറ്റവും പ്രധാനം സോളാർ എനർജിയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജ സംവിധാനത്തിൻ്റെ മുഴുവൻ നടുവൊടിക്കുന്ന പരിപാടിയാണ്. സോളാർ എനർജി പ്ലാന്റുകൾ മുഴുവൻ പൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. വളരെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. 1000 കിലോവാട്ടിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 കിലോവാട്ടാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് പകല് കൊടുക്കുന്ന വൈദ്യുതി അതിൻ്റെ കൂടിയ വിലയ്ക്ക് അത് രാത്രി തിരിച്ചു തന്നിരുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു പൈസ, തിരിച്ച് രാത്രി കൊടുക്കുമ്പോൾ വലിയ വില വൈദ്യുതി ബോർഡ് ഈടാക്കുകയാണ്. മാത്രമല്ല 5 കിലോവാട്ടിന് മീതെയുള്ള സ്ഥലത്ത് 30% ബാറ്ററിയിൽ ശേഖരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതോടുകൂടി ഒരു 2 ലക്ഷം രൂപയുടെ വർധനവ് ഓരോ പ്ലാന്റിനും പുതിയതായിട്ടുണ്ടാവുകയാണ്. അവസാനം ഇതെല്ലാം അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലാണ്. 5000-ഓളം സംരംഭങ്ങൾ കേരളത്തിലുണ്ട്. ഒരു വ്യവസായ സംരംഭങ്ങളായി, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായി കേരളത്തിലുണ്ട്. അത് മുഴുവൻ അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു പുതിയ ബാറ്ററി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരു അഴിമതി മണക്കുന്നുണ്ട്.